ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഉള്ള നമ്മുടെ തീർത്ഥാടനം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആമുഖ ദിനത്തിൽ സൂചിപ്പിച്ചതുപോലെ 5 ഭാഗങ്ങളുടെ പഠനമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് വിശുദ്ധ സ്ഥലങ്ങൾ. ഏറെ ആമുഖത്തിലേക്ക് പോകാതെ നേരിട്ട് നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. സഭ തീർത്ഥാടകയായതുകൊണ്ട് കിഴക്കോട്ട് തീർത്ഥാടനം ചെയ്യുന്ന അവളെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പഠന തീർത്ഥാടനം വിശുദ്ധ സ്ഥലങ്ങളിലൂടെയുള്ള പഠന തീർത്ഥാടനവും നമുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നടത്താം. നമ്മളെല്ലാവരും ഇപ്പോൾ പള്ളിക്ക് പുറത്തു നിൽക്കുകയാണ്. നമ്മൾ നേരെ വന്ന് പള്ളിയിൽ കയറുന്നു. ഒരു പോർട്ടിക്കോ പോലെയുള്ള ഒരു സ്ഥലം നിങ്ങളുടെ ദേവാലയത്തിനുണ്ട്, ചെറിയ പോർട്ടിക്കോ. അതിന്റെ പേരാണ് മോണ്ടളം. ആ മോണ്ടളം ചരിത്രഗതിയിൽ ഉത്ഭവിച്ച ഒന്നാണ്. സഭ സാമുദായികമായും സൈനികമായും ഒക്കെ ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായ ശൈലി രൂപം കൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മോണ്ടളത്തിന്റെ ഉത്ഭവം. 2 പ്രധാന ഉദ്ദേശങ്ങളിലാണ് ചരിത്രത്തിൽ മോണ്ടളത്തെ നോക്കിക്കണ്ടിരുന്നത്. ഒന്ന്, അർക്കറിയാക്കോനും നസ്രാണി പടയാളികളും ദേവാലയത്തിൽ വരുമ്പോൾ അവർക്ക് സ്വയരക്ഷയ്ക്കായിട്ടും അവരുടെ ഉദ്യോഗപരമായും ഒക്കെ സൈനികരായിരുന്നല്ലോ. അവര് ആയുധം സൂക്ഷിച്ചിരുന്ന ഇടമായിട്ട് മോണ്ടളത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ആയുധങ്ങൾക്ക് ദേവാലയത്തിൽ സ്ഥാനമില്ല. ഹിംസയും അതുപോലെ ആയോധന വിദ്യയും ഒന്നും ദേവാലയത്തിൽ പ്രസക്തവുമില്ല. അതുകൊണ്ട് ആനവാദത്തിന് മുമ്പിലുള്ള മോണ്ടളത്തിൽ അവർ ആയുധം സൂക്ഷിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന സംവിധാനമായിരുന്നു, അതിനുള്ള പുരയായിരുന്നു ഈ മോണ്ടളം. രണ്ടാമത്തത് ഒരു ആരാധനക്രമം അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ഒരു കാര്യമാണ്. നമ്മുടെ കുർബാനക്രമം പരിശോധിച്ചു പോകുമ്പോൾ കാറോസോസായ കഴിഞ്ഞ് നമുക്ക് കാർമികൻ കയ്യിൽ വെച്ചൊരു പ്രാർത്ഥന എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാമെന്നുള്ള ശുശ്രൂഷയ്ക്കാത്മാനുള്ള കുഞ്ഞ് ആശീർവാദമുണ്ട്. ആശീർവാദം കഴിയുമ്പോൾ ശുശ്രൂഷ വിളിച്ച് പറയും എന്ന് പറയുന്നത് എന്താണ്? മാമോസ സ്വീകരിക്കുകയും ജീവന്റെ ഇടത്താൽ മുതലായ ചെയ്തോ ഭക്തിയോടെ ശ്രദ്ധയോടെ വിശ്വസിച്ച് തന്നുകൊടുക്കും. എന്നാൽ അതിപ്പം ആരും പുറത്തുപോകാനില്ല. പുറത്തുപോയി നമ്മളാരും പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ടെക്നിക്കലി ആരും പുറത്തു പോകുന്നില്ല. കാരണം അന്നെല്ലാവരും മാമോസ സ്വീകരിച്ചവരാണ് ധാരണയിൽ, കുർബാന സ്വീകരിക്കുന്നവരാണ് ധാരണയിലാണ് പറയുക. എന്നാൽ പുരാതന കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. കുർബാന 2ആയിട്ട് തിരിച്ചിരുന്നു. അധ്യയന കുർബാനയും യോഗ്യരായവരുടെ കുർബാന. അധ്യയന കുർബാനയിൽ അയോഗ്യരായിരുന്നവർക്കും പങ്കെടുക്കാം. അയോഗ്യരാരൊക്കെയാണ്? എന്ന് വേദപാഠം പഠിക്കുന്നവര്. നമ്മുടെ കുഞ്ഞുങ്ങൾ വേദപാഠം പഠിക്കുന്ന വേദപാഠമല്ല. അന്നൊക്കെ നാളുകൾ പഠിച്ച ശേഷമേ ഉള്ളൂ വിശ്വാസം സ്വീകരിക്കുവാനായിട്ട് സമ്മതിക്കുമായിരുന്നുള്ളൂ. അപ്പോ ആ പഠന കാലഘട്ടത്തിൽ അവർക്ക് കുർബാനയുടെ കൂതാശ ഭാഗത്ത് നിൽക്കാനായിട്ട് അനുവാദമില്ല. പക്ഷെ അതുവരെയുള്ള വചന ശുശ്രൂഷ അതവർക്ക് പഠിക്കാൻ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവരെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വചന ശുശ്രൂഷ വരെ അവർക്ക് പള്ളിയിൽ നിൽക്കാം. അതുപോലെ തന്നെ ആ വചന ശുശ്രൂഷ കഴിയാതാകുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അവർക്ക് മുന്നോട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മുന്നോട്ട് നിൽക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ആരാധന ചെല്ലിനെ അനുവദിക്കില്ല. കാരണം അവർ മാമോസ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞു, അത് ചുമ്മാ പറഞ്ഞു വിടത്തില്ല. ഒരു കുഞ്ഞ് ആശീർവാദം കൊടുത്ത് പറഞ്ഞു, ഇത്ര നേരം നിന്നല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ ആശീർവാദം. നമ്മൾ അങ്ങനെയാണ് മുഴുവൻ സമയം നിൽക്കുന്നതിന് എന്നെ കൊടുത്ത് ആൾക്കാരെ പഠിക്കുന്നത് എന്ന് പറഞ്ഞാല് അവര് വന്ന് കുഞ്ഞിന് ആശീർവാദം കൊണ്ടുവരാൻ പോകും. അവർ പക്ഷെ വീട്ടിൽ പോകത്തില്ല. അവർ വലിയ ദാഹത്തോടെ ഇവിടെ നടക്കുന്ന എന്നാണ് എത്തി വരഞ്ഞ് നോക്കി, എന്നാൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവരെ പുറത്ത് നിൽക്കും. അതാണ് ഒന്നാമത്തെ സെറ്റ് മാറ്റി നിർത്തുന്നത്. രണ്ടാമത്തെ പരസ്യഭാവികളാണ്. പരസ്യഭാവം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, കൊലപാതകം എന്നിവ പരസ്യമായിട്ടും ചെയ്ത് പരസ്യമായിട്ടും പിടിക്കപ്പെട്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് പരസ്യഭാവികളെന്ന് പഴയ കാനൂനിക ക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അവരെയും അവർക്കും കൂതാശ ഭാഗത്തേക്ക്, സ്നേഹത്തിന്റെ കൂതാശയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് യോഗ്യതയില്ല. അവര് പുറത്തിറങ്ങുന്നത് അവരനുഭവിക്കുന്നവരാണ്. ഇല്ലാത്ത വലിയ കാര്യത്തിലിപ്പോ അവരനുഭവിക്കുന്നവരാണ്. അപ്പൊ അനുഭവിച്ചുകൊണ്ട് ഈ 2 കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അധ്യായനം നടത്തുന്നവരും അനുഭവിച്ചുകൊണ്ട് പരസ്യകാവ്യങ്ങളും വിശുദ്ധ കുർബാനയുടെ സമയത്തായിരുന്ന ഇടമാണ് മോണ്ടളം. ഇന്ന് എല്ലാവരും തെറ്റിദ്ധരക്കി മോണ്ടളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഇതിന്റെ ഏതൊരു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും യോഗ്യരാണ് നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പള്ളികളത്ത് എഴുതുക ഭംഗിയായിട്ട് മോണ്ടളത്തിൽ നമ്മൾ നേരെ എങ്ങോട്ട് കയറുന്നു?
പള്ളിക്കുള്ളിലേക്കും വിശാലമായ സ്ഥലം, ഒരേപോലെ കാർപ്പറ്റിരിക്കുന്ന സുന്ദരമാക്കിയിരിക്കുന്ന സ്ഥലമുണ്ട്. നമ്മളെല്ലാവരും അൽമായരെല്ലാവരും കുർബാനയ്ക്ക് നിൽക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരാണ് ഹൈക്കല. ഹൈക്കല എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം ടെമ്പിൾ, ദേവാലയം എന്നേ ഉള്ളൂ. ജെറുസലേം ദേവാലയത്തിന് വലിയൊരു ഹൈക്കല ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരെല്ലാവരും അവിടെ വന്നിരുന്നു. ആ സ്ഥലത്തിന്റെ പ്രതീകമാണ് ഹൈക്കല. അത് ലോകത്തിന്റെ പ്രതീകമാണ് എന്നാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുക. ഹൈക്കല ലോകത്തിന്റെ പ്രതീകം. ലോകത്തിന് സുറിയാനി പറയുന്ന പേരാണ് അൽമ. അപ്പൊ അൽമായി നിൽക്കുന്നവരാണ് ആര്? അൽമായർ. ആ വാക്ക് വരുന്നുണ്ട്. നമ്മുടെ അൽമേനികൾ അൽമായർ എന്നൊക്കെ പറയും. വാക്ക് അൽമായിലായിരിക്കുന്നവരാണ് അൽമായർ. അതിന്റെ ഏറ്റവും ഉന്നതമായ ആ രീതിയിൽ ആ ഒരു അർത്ഥതലത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പള്ളിയില് ഹൈക്കലയ്ക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അൽമായരായി മാറുന്നത്. പറമ്പിലും പരിമ്പറത്തും വരാന്തയിൽ നിന്നാൽ അൽമായരാവില്ല, നല്ല അൽമായരാവില്ല. നല്ല അൽമായരാണെങ്കിൽ അൽമായിൽ ലോകത്തിന്റെ പ്രതീകമായ ഹൈക്കലയിൽ വിശുദ്ധ കുർബാന കുദാശ സമയത്ത് നിങ്ങൾ അടുത്ത് സന്നിഹിതരാകണം. ഈ ഹൈക്കലയുടെ നടുക്കാണ് എന്ത് ഉയർന്ന പ്ലാറ്റ്ഫോം. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ പള്ളിയിൽ ചേർത്തിട്ടുണ്ടല്ലോ, കിഴക്കോട്ട് ചേർത്തിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കുർബാന തുടങ്ങുന്ന സ്ഥലം. അത് പുരാതന പാരമ്പര്യത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിന്റെ ശൈലിയിൽ ദേവാലയത്തിന്റെ നടുക്കാണ് വേണ്ടത്. ഹൈക്കലയുടെ നടുക്ക്. ഈ സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ബേമ. നമുക്ക് പലപ്പോഴും ബേമ തെറ്റാറുണ്ട്. ബേമ നടുക്ക് കിടക്കുന്ന മേശയാണ്. അല്ല, ബേമ എന്ന് പറഞ്ഞാൽ കെട്ടിത്തിരിച്ചിരിക്കുന്ന ഒരു പടി ഹൈക്കലയിൽ നിന്നും ഒരു തട്ട് ഉയരത്തിൽ, ഒരു പടി ഉയരത്തിൽ നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമാണ് ബേമ. ഈ ബേമയിലാണ് ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുന്നത്. സന്ധ്യാ നമസ്കാരവും പ്രഭാത നമസ്കാരവും പോലെ ശുശ്രൂഷകൾ നടക്കുന്നതും ഈ ബേമയിലാണ്. ഇപ്പോൾ ഈ ബേമയുടെ പ്രതീകാത്മകത എന്താണ്? ബേമ ഭൗമിക ജെറുസലേമിന്റെ പ്രതീകമാണ്. ഇസ്രായേൽക്കാരുടെ ഒരു ചിന്തയുണ്ട്, ഈ ലോകത്തിന്റെ കേന്ദ്രം ജെറുസലേമാണ് എന്ന്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ പ്രതീകമായ ഹൈക്കലയുടെ നടുക്ക് എന്ത് സ്ഥാപിച്ചു? ഭൗമിക ജെറുസലേമിന്റെ പ്രതീകമായ ബേമ സ്ഥാപിച്ചു. കാരണം ഇത് വലിയൊരു സൂചനയാണ്. പൗരസ്ത്യ സുറിയാനി ആരാധന, നമ്മുടെ സീറോ മലബാർ ആരാധനാക്രമം ശക്തമായ യഹൂദ പശ്ചാത്തലത്തിൽ വളർന്ന് വികസിച്ചതാണെന്ന് തെളിവാണ് ഇതൊക്കെ. ഇന്നലെ വന്ന് മുളച്ചു മുങ്ങിയ ഒരു സമൂഹമോ ഒരു ആരാധന കൂട്ടമോ അല്ല നമ്മൾ. യഹൂദ സംസ്കാരത്തിൽ തുടർച്ചയായിട്ട് ക്രൈസ്തവീകരിക്കപ്പെട്ട യഹൂദ ആഖ്യാനികതയിൽ നിൽക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ ബേമയിൽ എത്തുന്നത്. ഈ ബേമയിൽ എന്തുണ്ട്? ബേമയിൽ നടുക്കൊരു പീഠമുണ്ട്. ആ പീഠത്തിന്റെ പേരാണ് ഗാഗുൽത്ത. നമ്മൾ ബേമയെ തെറ്റിദ്ധരിച്ചു വിളിക്കുന്ന ആ പീഠത്തിന്റെ പേരാണ് ഗാഗുൽത്ത. ഈ ഗാഗുൽത്തായിൽ എന്തൊക്കെയുണ്ട്? സ്ലീവ സ്ഥാപിച്ചിരിക്കും. കാരണം നോർമൽ ഗാഗുൽത്ത എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലമാണ്. യോഗത്തിൽ ഉയർന്ന സ്ഥലം ഗാഗുൽത്ത. അവിടെ ആ പീഠം ഗാഗുൽത്തായിൽ എന്തുണ്ട്? കുരിശുണ്ട്, സ്ലീവാനുണ്ട്. ആ സ്ലീവാനിൽ രണ്ട് തിരികൾ വെച്ചിരിക്കുന്നത് സിംബലൈസ് ചെയ്യുകയാണ് പുതിയ നിയമവും പഴയ നിയമവും. ഓക്കെ, അവിടെ അത് കഴിയുമ്പോൾ അവിടെ വൈദികർക്ക് ശുശ്രൂഷകൾ തിരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ട് വായനാപീഠമുണ്ട്. ഒന്ന് കെറിയാനപീഠവും മറ്റേത് സ്ലീഹ അല്ലെങ്കിൽ എൻകർത്താപീഠവും എന്നാണ് അറിയപ്പെടുക. കെറിയാനി എന്ന് പറഞ്ഞാൽ പഴയ ഉപനിഷത്ത് കാണുന്നതൊക്കെ പഴയ നിയമ വായനകളുടെ പുസ്തകത്തിലെ പേരാണ് കെറിയാന. അത് വെച്ചിരിക്കുന്ന പീഠമാണ് കെറിയാനപീഠം. വലതുവശത്താണ് എൻകർത്താപീഠം. ഈ വലതുവശത്തോട് ശ്രദ്ധിച്ചോണം. നമ്മൾ മദ്ബഹായിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഇടത്താണ് മദ്ബഹായുടെ വലത്ത്. നമ്മളിതൊരു അച്ഛൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ അച്ഛൻ നമ്മളെ നോക്കി ആശീർവദിക്കാൻ നിൽക്കുമ്പോൾ അച്ഛന്റെ വലതുകാരുണ്ടല്ലോ, അതാണ് മദ്ബഹായുടെ വലതുവശം. ഇടതുവശമാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇടത്ത് പറയുമ്പോൾ മദ്ബഹായുടെ വലത്താണെന്ന് നിങ്ങൾ വായിച്ചോളാം. അപ്പൊ ബേമയിലെ ശുശ്രൂഷകളുടെ എല്ലാ ശുശ്രൂഷകളും തുടങ്ങുന്നത് ബേമയിലാണ്. ബേമയിൽ ഒരു സ്ലീവ എപ്പോഴും സ്ഥാപിതമായിരിക്കും. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നമ്മുടെ കാരണവന്മാര് പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവരാഗ്രഹത്തോടെ ഈ സ്ലീവായി കുരിശിൽ വന്ന് ചുംബിച്ചു പോയിരുന്നു എന്ന് ചിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എപ്പോഴും സ്ലീവ ജെറുസലേമിൽ അതിന് ഗാഗുൽത്താമലയിൽ നിൽക്കുന്ന ചിന്ത. ഓക്കെ, നമ്മൾ സമയക്കുറവോട് നേരെ വിട്ടു പോവുകയാണ്. ഇനി ബേമയിൽ നമ്മൾ നേരെ ഒരു പാസേജ് എടുത്ത്, നിങ്ങളുടെ പള്ളി അത് വ്യക്തമായിട്ടില്ല, പുതുതായിട്ട് പഠിച്ച ചില പള്ളികളുണ്ട്, ആ പഠനത്തിൽ അച്ഛൻ കാണിക്കും.
ഒരു പാസേജ് ഉണ്ട്, ബേമയിൽ നിന്നും ബലിപീഠത്തിലേക്ക് ഒരു പാസേജ്. എനിക്ക് അവിടെ ചുമല കാർപ്പറ്റോ പച്ച കാർപ്പറ്റോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ആനവാതിക്കൽ നിന്നും ആ വഴി, ഒരു വഴി നമ്മൾ കാണുന്നുണ്ടല്ലോ, ആണുങ്ങളെ പെണ്ണുങ്ങളെ തിരിക്കുന്ന ഒരു വഴി, ആ വഴി തിരിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ എങ്ങനെ പറയുന്നത് കേട്ടോ. ആ ബേമയിൽ വന്ന് കയറുന്നു, ഉണർന്നു. പിന്നെ ബേമയിൽ നിന്ന് ആ വഴി നേരെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അൾത്താര വരെ, അല്ലെങ്കിൽ പ്രോണോസ് എന്ന് പറയുന്ന കുർബാന പീഠം വരെ. ഈ വഴിയുടെ പേരാണ് സ്ക്വാക്കോന. നമ്മൾ കരുത് സ്ക്വാക്കോന. അത് ജീവന്റെ വഴി എന്നാണ് ആ പിതാക്കന്മാര് പറയുക, പരിശുദ്ധ പിതാക്കന്മാര് ധ്യാനിച്ചു പറയുക. ഈ വഴിയാണ് ജീവൻ ഇറങ്ങി വരുന്നത്, ജീവന് വേണ്ടിയുള്ളവര് കയറി പോകുന്നതും. ഓക്കെ, അതുപോലെ തന്നെ സ്ഥലം നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ, കുദാശനത്തിൽ നിൽക്കുമ്പോൾ സ്ഥലം അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് നിൽക്കുവാനുള്ള സ്ഥലം കൈക്കല, വൈദികർക്ക് നിൽക്കുവാനുള്ള സ്ഥലം മതബഹ, ശിശുക്കൾ നിൽക്കാനുള്ള സ്ഥലം തിരിക്കാറുണ്ട്. അപ്പൊ അവിടെ സഭ മുഴുവൻ നിൽക്കുന്നു, നമ്മള് ജീവനോടെ നിൽക്കുന്നവർ ഇവിടെ നിൽക്കുന്നു. മദ്ബഹ സ്വർഗത്തിന്റെ പ്രതീകമാണ്. മരിച്ചുപോയവരെല്ലാവരും സ്വർഗീയരായിട്ടുള്ളവര്, സ്വർഗത്തിൽ ചേർന്ന് ഉറപ്പുള്ള കരുതുന്നവരെല്ലാവരും മദ്ബഹായി സ്വർഗത്തിന്റെ പ്രതീകത്തിൽ അവിടെ നിൽക്കുന്നു. ഇനി ഈ ശുദ്ധീകരിക്കപ്പെടുന്നവര് അവരോട് ചില പിതാക്കന്മാര് പറയാറുണ്ട്, ഇത് വാങ്ങിപ്പോയ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളതിന്റെ യുക്തി നോക്കിക്കും. നമ്മളിത് മൃതദേഹം കൊണ്ടൊന്ന് വഴിയിൽ വെക്കുന്നില്ല, അവിടെ എന്നാ തരക്കൊണ്ടല്ല വിളിക്കോ. പള്ളിക്ക് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാലും തിരുക്കറങ്ങളുടെ സമയത്ത് നമ്മളാരും ആ നടുക്കത്തെ വഴി അടങ്ങി നിൽക്കാം. അതായത് നടുവിലൂടെയുള്ള ആ വഴിക്ക് എന്തോ ഒരു പ്രത്യേകത നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് സ്പേസ് ഇടുന്നത് എപ്പോഴാണ്? ആർക്കോ വേണ്ടി അത് മാറ്റി വെച്ചിരിക്കുന്നു അല്ലെ. നമ്മള് വീട്ടില് എല്ലാവരും പട്ടം കൂടി ഇരിക്കുന്നു, അപ്പം വരാൻ അപ്പം വൈകി, അപ്പൻ്റെ ഒരു കസേരയുണ്ട്, നമ്മൾ ആ സ്പേസ് അങ്ങ് ഒഴിച്ചിട്ടേക്കുന്നു. കാരണം ദാറ്റ് പ്ലേസ് ഈസ് ഫോർ ഹിം. ആ അപ്പന് വേണ്ടിയുള്ള ആ സ്ഥലം നമ്മൾ മാറ്റിയിട്ടില്ല. ഈ വഴിയിൽ നമ്മൾ നിൽക്കാൻ നമ്മുടെ ഉള്ളിൽ തലദൂരം ചിന്തയുണ്ട്, ആർക്കു വേണ്ടിയുള്ളതാണ്. അത് ആണ് ഈ വാങ്ങിപ്പോയ മരിച്ചുപോയ അവർക്ക് വേണ്ടിയിട്ടുള്ള ചിന്ത. അങ്ങനെ ചില പിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് സഭയെ പറ്റിയുള്ള കാഴ്ചപ്പാട് 3 സഭ ഉണ്ടെന്നാണ്. 3 സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സഭകളൊക്കെയുണ്ട്. ആത്മീയ അർത്ഥത്തിൽ സഭ 3 ഉണ്ട്. എന്തൊക്കെയാണ്? സ്വർഗീയ സഭ, അതാണ് വിജയസഭ. 2 ശുദ്ധീകരിക്കപ്പെടുന്ന സഭ, സഹനസഭ. നമ്മൾ ഈ ലോകത്തായിരിക്കുന്ന യുദ്ധപ്പെടുന്ന സഭ, അതാണ് സമരസഭ. അപ്പോൾ വിജയസഭ, സഹനസഭ, സമരസഭ. സമരസഭയ്ക്ക് നമ്മൾ തൈക്കലയിൽ സ്ഥലമുണ്ട്, വിജയസഭയ്ക്ക് മദ്ബഹായിൽ സ്ഥലമുണ്ട്. ഈ സഹനസഭയുടെ ഇടമാണ് സ്ക്വാക്കോന എന്ന വ്യാഖ്യാനമുണ്ട്. അതുപോലെ തന്നെ വൈദികർക്ക് വേണ്ടിയുള്ള ആ വഴി, ഇത് ബേമ വരെയുള്ള അൽമായരുടെ ഹൈക്കലയിലുള്ള ഇടം, അത് അൽമായർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. മദ്ബഹായിൽ നിന്നും ബേമയിൽ നിന്നും മദ്ബഹായിലേക്കുള്ള ഒരു വഴി, അത് വൈദികർക്ക് വേണ്ടിയുള്ള സഹനസഭയിലെ വൈദികർക്ക് വേണ്ടിയുള്ള ഇടമാക്കിയും വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ഇത് യാക്കോബ് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ യാക്കോബ് സ്വപ്നം കാണും. ഉൽപ്പത്തി പുസ്തകത്തിൽ പലപ്പോഴും എടുത്ത് വായിക്കുവാനും നല്ലതാണ്. യാക്കോബ് സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം സഹോദരനെ പേടിച്ച്, ഏസാവിനെ പേടിച്ച് ഓടുമ്പോൾ ഒരു തോട് കയറി ഓടുന്നത്, നീന്തിയ ക്ഷീണവും ചേട്ടൻ വളരെ പേടിയും എല്ലാം കൊണ്ട് പുള്ളി കയറി തോട് നീന്തി കയറിയ പാടെ ഒരു കല്ല് തല വെച്ച് തലയുടെ കൊണ്ടല്ല, കല്ലെടുത്ത് തലയ്ക്ക് തവണ വെച്ച് പുള്ളിയോടൊക്കെ ഉറങ്ങി പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നമ്മളൊരു ടെൻഷനൊക്കെ ഉള്ളപ്പോഴാണ് സ്വപ്നം കാണുന്നത്. യാക്കോബും കണ്ടൊരു സ്വപ്നം. എന്താണ്? വലിയൊരു കോവണി, ഒരറ്റം താഴെ നിൽക്കുന്നു, മറ്റേ അറ്റം മോളിൽ നിൽക്കുന്നു. ഇവിടെ ചുമ്മാ തോടിലായി വെച്ചേക്കുമല്ല, മാലകന്മാര് കയറുകയും ചെയ്യുകയാണ്. ആ കോവണിയുടെ പ്രതീകമാണ് ഈ സ്വാക്കോന എന്ന് പിതാക്കന്മാരെ. നോക്കി എത്ര മീനിങ് ആണ്. നമ്മുടെ ലിറ്ററലി എല്ലാം ലോജിക്കൽ, എന്തെങ്കിലുമൊക്കെ ആരാധനക്രമം കർമ്മം ചെയ്തു കൊണ്ടുന്നല്ല, പക്ക ലോജിക്കലാണ്. ലോകത്തിന്റെ പ്രതീകമായ ഹൈക്കലയുടെ നടുക്കുള്ള ഭൗമിക ജെറുസലേമിന്റെ സിംബലായ ബേമയിൽ പേരുറപ്പിച്ചിരിക്കുന്നു ഒരു ഒരറ്റം. മറ്റേ അറ്റം സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹായിൽ അതിന്റെ സെന്ററായ അൽത്താരയെ ചെന്നിരിക്കുന്നു. ലോകത്തുറച്ചു നിൽക്കുന്ന ഒരറ്റം ലോകത്തും മറ്റേ അറ്റം സ്വർഗത്തിൽ നിൽക്കുന്ന ഗോവണിയാണ്. ആ സ്ഥലം കണ്ടില്ലെങ്കിൽ നമുക്ക് ആ ചിന്ത വരൂ. നമ്മൾ ആ വഴി ജീവന്റെ വഴി കടന്നു പോകേണ്ടവരാണ്.
ഇനി ആ നമ്മുടെ ബേമയിൽ നിന്നും സ്വാപാനമൻ മദ്ബഹയിലേക്ക് പോകുമ്പോൾ 2 സ്ഥലമുണ്ട്. ബേമയുടെ അതേപക്ഷത്തിൽ സാധാരണ സൈക്കിളിൽ രൂപത്തിൽ കിട്ടുന്ന ഒരു തളം. ആ തളം കെസ്ട്രോമ എന്ന് പറഞ്ഞാൽ ഗായക സംഘത്തിന്റെ സ്ഥലം. നമ്മളിപ്പോ ഷോ കാണിക്കാനായിട്ട് പിള്ളേർ വന്ന് സിംഗിൾ സോങ് പാടിക്കൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് പാടിക്കൊണ്ട് പോകുന്ന പോലെയല്ല. അതൊരു ആരാധനയുടെ അവിഭാജ്യ ഭാഗമാണ് ഗായക സംഘം. ഈ ഗായക സംഘത്തെ പറ്റി ചിന്തിക്കുമ്പോൾ 4-ാം നൂറ്റാണ്ടിലൊക്കെ അപ്രൈമൂല്യങ്ങളൊക്കെയാണ് ആദ്യത്തെ കോയർ ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇപ്പൊ നമ്മൾ റംസായിലൊക്കെ മാറി മാറി പാടുന്ന പാടുള്ളൂ, ഓനീസാദം ദ്വാസറായി, അത് ഗ്രൂപ്പ് തിരിച്ച് പാടാനായിട്ട് അപ്രൈമനെ പോലുള്ള വിലാസന്മാര് കൊയറിന് വേണ്ടി എഴുതിയുണ്ടാക്കിയ പാട്ടാണ്. അദ്ദേഹം നല്ല പാട്ടുകാരായിരുന്നു. കൊയറിനെ പരിശീലിപ്പിച്ചിരുന്നു ആരാധനയിൽ. അവർ 2 ഗണമായി ഒരു സംഗതി 2 ഗണമായിട്ട് പാടുക. നമ്മളിങ്ങനെ തുടങ്ങി മതി ബാക്കി ഞാൻ ഏറ്റവും കൂട്ടപ്പാട്ട് പാടുക. അങ്ങനെയല്ല, അതിലെല്ലാം ക്രമമുണ്ട്. ഒരു സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് ആരാധന. അങ്ങനെ ഈ ആരാധനയിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് നിൽക്കുന്നവരാണ് ഈ ഗായക സംഘം. അത് പാടുന്നവർക്കും ബോധം വേണം, കാണുന്നവർക്കും ബോധം വേണം. ഇതല്ല എന്റെ സ്വരം യേശുദാസിന്റെ ആണോ ചിത്രയുടെ ആണോ നല്ലത് നോക്കാനുള്ള രീതിയിൽ ഞാൻ പാട്ട് പാടാൻ പോയെന്നാൽ അത് മഹാപയായിട്ട് പോകും. മനുഷ്യന് ചെവി വെട്ടി ഓടും. അതുപോലെ തന്നെ ഹാർമോണിയം വായിക്കുന്നവർ, കീബോർഡ് വായിക്കുന്നവരൊക്കെ ആരാധനയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വായിക്കണം. ഉപരി നിൽക്കുന്ന സ്ഥലമാണ് കെസ്ട്രോം. അത് അവർ ഉയർത്തി നിൽക്കുന്നത്. നിങ്ങൾ സാധാരണക്കാരല്ല. പാശ്ചാത്യ സുഖ്യാനുക്രമത്തിൽ ഈ പാട്ടുകാർക്ക് വേണ്ടി ഒരു പട്ടം തന്നെയുണ്ട്, സമറോനം എന്ന് പറയുന്നുണ്ട്. സമറോനം എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ നടത്തം. അതൊരു പട്ടവാ, കൈവെച്ച് മെത്രം കൈവെച്ച് വായിച്ചു വിടുക. ഇപ്പൊ നമ്മൾ വഴി എല്ലാവരും കയറി നിരത്തി പാടുക, എല്ലാം ബോധയ്ക്ക് പാടുക. അതല്ല, അതൊരു ഭയങ്കര ഉന്നതമായ ശുശ്രൂഷയാണെന്നും കണക്ക് കൊടുക്കേണ്ട ശുശ്രൂഷയാണെന്നും ഗൗരവത്തോടെ കാണേണ്ട ശുശ്രൂഷയാണെന്നും മനസ്സിലാക്കണം. അപ്പൊ അവരുടെ സ്ഥലമാണ് കെസ്ട്രോമ. അതുപോലെ തന്നെ അൽത്താനമാരന്മാര് മദ്ബഹ ശുശ്രൂഷികള്, മേൽപ്പട്ടം ചെറിയ പട്ടങ്ങളുള്ള മദ്ബഹ ശുശ്രൂഷികള്, നമുക്ക് ചെറുപട്ടമുള്ളവരില്ല, ആ പിള്ളേരെല്ലാം നിൽക്കേണ്ട സ്ഥലമാണ് കെസ്ട്രോമ ഒരു സൈഡ്. ഇത് അച്ഛൻ പ്രസംഗത്തിന് വേറെ പുസ്തകം വായിച്ച് അടച്ചു കഴിയുമ്പോൾ കട്ടാരഭാഗം വരാൻ സങ്കീർത്തി ഓടുകയാണ്. കപ്പിയോടെ ഗുസ്തിയാണ് എല്ലാ പള്ളികളിൽ നിന്നാൽ അച്ഛനേക്കാൾ വച്ചാണ് സങ്കീർത്തി എന്ന പ്രസംഗം. അവരൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. പല ശുശ്രൂഷ സമയത്ത് വായനകളുടെ സമയത്തൊക്കെ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ട സ്ഥലമാണ് കെസ്ട്രോമ. നമ്മൾ മറുപടി പറഞ്ഞു. സ്ഥലത്തെ പറ്റി പറയുമ്പോൾ കോളേജിലേക്ക് കയറുന്നില്ല, നേരെ മേളിൽ കയറുന്നു. മേളിൽ കയറുമ്പോൾ നിങ്ങളുടെ പറ്റിയുണ്ട് ഐഡിയ ഉണ്ടല്ലോ, ഐഡി. അപ്പം ഐഡിയ അനുസരിച്ച് ഐഡിക്കും വിരിക്കും എടുക്കുന്ന സ്പേസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ചില പള്ളികളിൽ ആശീർവാദം കൊടുക്കേണ്ട അച്ഛൻ വന്ന് അടിക്കാരിൽ നിൽക്കുന്ന വിരിക്കും അടിക്കുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കങ്കെ. ഈ റാസക്ര റാസപ്പെടുന്ന മനസ്സിലാവും. ശുശ്രൂഷികള് സംഭവിക്കുന്നുണ്ട്. ജനങ്ങൾ എഴുതുന്ന പാട്ട് പാടും, കുറെ പാട്ടുകൾ പാടുന്നുണ്ട്. ആ പാട്ട് പാടുന്നത് കങ്കയിൽ നിന്നോണ്ടാണ്. അതാണ് കങ്കെ. ഈ കങ്കെ എന്ന് പറഞ്ഞാല് മദ്ബഹയുടെ മുറ്റം, കോട്ടിയാട് മദ്ബഹയാണ് കങ്കെ. അടിക്കും വിരിക്കും ഇടയിലുള്ള സ്ഥലം, കൊച്ചു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്നോടാണ് കാർമികൻ സമാപന ആശീർവാദം കൊടുക്കുക. പണ്ഡിതൻ വേറെ പുസ്തക ആരാധന വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് ഈ സ്ഥലം ബൈബിളിന്റെ പ്രധാനിയായുള്ള സദൃശ്യമാണ്. കാരണം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈശോയുടെ സ്വകാരണത്തെ പറ്റി പറയുമ്പോൾ പറയുന്നു ഈശോ അവരെ കൊണ്ടുപോയി ബഥാനി അവരെ പോയി. ബഥാനി വെച്ചാൽ അവരെ കൈകൾ ഉയർത്തി ആശീർവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പൊ ഈ ശുശ്രൂഷ, ഈ പരിപാടി, ഈ കർമ്മം നമ്മുടെ കുർബാനെ എപ്പോ അനുഷ്ഠിക്കുന്നു? സമാപന ആശീർവാദത്തിൽ നിൽക്കുന്നു. സമാപന ആശീർവാദം നൽകുന്ന കാർമികൻ സ്വർഗ്ഗാരോഹണ കർത്താവ് നൽകിയ ആശീർവാദം നൽകിയ ആ സമയത്ത് ഈശോയുടെ പ്രതീകമാണ്. അപ്പം ആ കർമ്മം നിൽക്കാൻ ആ സ്ഥലം കാണിക്കണം, ആ സ്ഥലം ഉണ്ടാവണം. എങ്കിലും അത് അർത്ഥപൂർണമായിട്ടും നമുക്ക് ആഘോഷിക്കാൻ പറ്റും. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്കെല്ലാം വ്യത്യസ്തമായ പാത്രങ്ങളല്ലേ. പക്ഷേ വായിലോട്ട് പോകാനായിട്ട് ഏത് പാത്രത്തിൽ വരും? നമ്മൾ ഗ്ലാസ്സിനകത്ത് വേണമെങ്കിൽ നമുക്ക് സാധാരണ ഗ്ലാസ്സിൽ കാത്തു കുടിക്കാം. വാട്ടർ പ്ലേറ്റിൽ എന്തെങ്കിലും അച്ചാർ കാര്യങ്ങളൊക്കെ എടുക്കാം. വലിയ പാത്രത്തിൽ ചോറെടുക്കാം. അതുപോലെ തന്നെ കപ്പിന്റെ അകത്ത് മോര് കുടിക്കാം. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഒറ്റ പ്ലേറ്റിൽ നമുക്ക് കഴിക്കാം. എങ്ങനെ ഇത് പ്ലേറ്റിൽ ഗുണമുള്ളൂ. ആ ചിന്തയുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല. പക്ഷേ ഒരു ഭംഗിക്ക് ആസ്വദിച്ച് കഴിക്കണമെന്നുള്ളവർക്ക് ഗ്ലാസ്സിലെ വെള്ളം കുടിക്കും, കപ്പിലെ മോര് കുടിക്കും, പ്ലേറ്റിലെ ചോറുണ്ണും, വാട്ടർ പ്ലേറ്റിലെ കറി കഴിക്കും. അതാണ് ആ സദ്യയുടെ ഭംഗി. ഇതൊന്നും വേണ്ട, സ്റ്റൂഡന്റ് പോകാൻ എല്ലാം വേണ്ട ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഐഡിയലായിട്ട് ആസ്വദിച്ച് അനുഭവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. ഓക്കെ, കങ്കൈ, നമ്മൾ കങ്കയിൽ നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് വഴിപാടുമ്പോൾ കങ്കയിൽ നിന്നുകൊണ്ട് നമ്മള് ആശീർവാദം സമാപന ആശീർവാദം കൊടുക്കുന്ന സ്ഥലം കങ്കൈ, കോട്ടിയാട് ഓഫ് മദ്ബഹ. മുറ്റുള്ളവരാണല്ലോ കാണാൻ ഭംഗി അല്ലെ. തീരെ വീട്ടിൽ നിന്ന് അടവാക്കിയ NH 47 ഇറക്കുന്ന വീട്
അതെന്നാ ഭംഗിയുള്ള ഒരു പടം നോക്കിയാലും നമുക്ക് പെർഫെക്ഷൻ തോന്നുന്നില്ല, ഒരു ഔട്ട്ലൈൻ വേണം. മദ്ബഹായുടെ ഭംഗിയിൽ നൽകുന്ന ഔട്ട്ലൈനാണ് ഈ കണക്ക്. നമ്മൾ മദ്ബഹ വിധിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. വിധി വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ രൂപതയിലും വിധിയുള്ളൂ, പക്ഷെ ആ വിധി വളരെ പ്രധാനപ്പെട്ടത്. അത് വിശികായുടെ പതികമാണ് വിധി എന്ന് പറയുക. ആ വിധി സർവാധികം നാം കീറുമ്പോൾ എബ്രായലേഖനം പറയുന്ന പോലെ വിധിക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. വിശികായാവുന്നു ആ വിധി കീറി അവൻ കുടിശ്ശേരി നൽകാൻ കീറി ആ വിധിക്കുള്ളിലൂടെ നമ്മൾ മദ്ബഹായാവുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ അടുത്ത സ്ഥലം വിധിക്ക് അപ്പുറത്തേക്കുള്ള സ്ഥലമാണ് ഹോളി ഓഫ് ഹോളീസ്. ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം. അപ്പൊ ഈ സ്ഥലത്ത് വളരെ സൂക്ഷ്മതയോടെ വ്യാപരിക്കുന്നത്. അവിടുത്തെ സംവിധാനങ്ങള് ക്രോണോസ് ഉണ്ട്, ബെസ്കസയുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ സ്ലീവായി അത്രയും നമ്മുടെ പാരമ്പര്യമനുസരിച്ച് പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാം വെച്ചിട്ടുള്ളതാണ്. പിന്നെ നല്ല ആപ്റ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രൂപം കണ്ടില്ലെങ്കിൽ, ക്രൂസ് രൂപം കണ്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഫീലിംഗ് പറയാറുണ്ട്. അത് നമ്മുടെ ഗ്രന്ഥത്തിലുള്ളതല്ല, ഭാരതത്തിലുള്ളതല്ല. നൂറ്റാണ്ടുകൾ നമ്മുടെ നേതാക്കന്മാര് ആരാധിക്കുന്ന ഇങ്ങനൊരു സംവിധാനമാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ ഈ സ്ഥലം, ഈ ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലത്ത് ഒരു പടി വീണ്ടും ഉയർത്തിയാണ് കെട്ടി ഒരു തട്ടുണ്ടാക്കി, ഒരു തളം ഉണ്ടാക്കി. ആ തളത്തിലാണ് ബലിപീഠം സ്ഥാപിക്കുക. ഈ തളത്തിന് പറയുന്നവരാണ് മസ്തബ്സ എന്ന് പരിശുദ്ധ പറയും. മസ്തബ്സ, നിങ്ങൾ ഈ സംഭവം ഇറങ്ങി കെട്ടിരുന്നാൽ മതി, പേടിക്കൊന്നും കേട്ട. മസ്തബ്സ, മലങ്കരക്കാർ അതിന് ദർഗ എന്ന് പറയും. നിങ്ങൾ കൂടുതൽ മലങ്കരക്കാരുള്ളത് കൊണ്ട്, മലങ്കരമായിട്ട് സംസ്കൃതരായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുക. ദർഗ അടിയ നടത്തണം, മസ്തബ്സ എന്ന തട്ട് നടത്തണം. അപ്പം ഈ തട്ടിലാണ് എന്ത് ബലിപീഠം അഥവാ ത്രോണോസ് സ്ഥാപിക്കുക. പ്രിയമുള്ളവർ, എന്ത് സാഹചര്യം വന്നാലും മസ്തബ്സ പട്ടമില്ലാത്തവർക്ക് കയറാൻ പ്രവേശിക്കുന്ന സ്ഥലമല്ല. അത് കപ്യാരസനായാലും ശരി, കന്യാസ്ത്രീയായാലും ശരി, അൽത്താരപാലന്മാരായാലും ശരി, പട്ടമില്ലാതെ അനാവശ്യമായി ഒരിക്കലും ഇവിടെ കയറാൻ പാടില്ല. ഒരു സൂര്യാക്രമത്തിൽ പട്ടമില്ലാത്തവർ മദ്ബഹായിൽ പ്രവേശിച്ചാൽ മദ്ബഹ പുനർപ്രകാശനം. അങ്ങനെയാണ് നമ്മുടെ ഉൾപ്പാടി എന്നും പുനർപ്രകാശിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി, എത്രമാത്രം പ്രായോഗികമാണ് അത് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ അത് അത്രയേറെ ഹോളി ഓഫ് ഹോളീസ് ആണ്. നമ്മൾ പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ സംവിധാനം മനസ്സിലാക്കുമ്പോൾ പ്രധാന ആചാര്യൻ ആണ്ടിലൊരിക്കൽ മാത്രം ആടിന്റെ രക്തവുമായിട്ട് ബലിയർപ്പിക്കുവാനൊക്കെ ഹോളി ഓഫ് ഹോളീസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ പ്രധാന ആചാര്യൻ ഒരു മനുഷ്യനും കയറത്തില്ല. സന്ധ്യയൊക്കെ രണ്ടാം കാലത്ത് ഹോളി പ്ലേസിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ കാണുന്നത്. പ്രധാന ആചാര്യൻ ആണ്ടിലൊരിക്കൽ ബലിയർപ്പിക്കുവാനായി കയറിയുന്ന ഈ സ്ഥലത്തിന് തത്തുല്യമാണ് നമ്മുടെ ഈ മസ്തബ്സ എന്ന് പറയുന്ന തളം. അവിടെ നിത്യപുരോഹിതൻ പ്രധാന പുരോഹിതനായ മിശിഹായുടെ പ്രതിനിധിയായിട്ട് വൈദികൻ മാത്രം കയറേണ്ട ഇടമാണ്. ആ പ്രാധാന്യവും ഭക്തിയും ഒക്കെ നമുക്ക് ഉണ്ടാവണം. തീയല്ലോ മദ്ബഹ എന്ന് ലാഹന്മാരെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ്. മദ്ബഹ തീയാണ്. ആ തീയോട് ക്രിയാത്മകമായിട്ടും സമീപിക്കുന്നവർ അത് ചൂടും വെളിച്ചവും ജീവൻ നൽകും. എന്നാൽ ശ്രദ്ധയില്ലാതെ ചാടി കയറുന്നവന് തീ പൊള്ളലിന് കാരണമാകും. ഇനി മദ്ബഹായുടെ രണ്ട് സ്ഥലത്ത് രണ്ട് പീഠങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ബേസ് ഗസ. ബേസ് എന്ന് പറഞ്ഞാൽ വീട്. ഗസ എന്ന് പറഞ്ഞാൽ ട്രഷർ എന്നാണ്, നിധി, നിക്ഷേപം എന്നൊക്കെയാണ് അർത്ഥം. ബേസിന് വലിയ കാര്യം ബേസ് അനിയാണ്, ബേസ് ഹൗസ് ഓഫ് ബ്രെഡ്, ബേസ് അനിയ ഹൗസ് ഓഫ് സോറോ, ദുഃഖത്തിന്റെ ഭവനം എന്നൊക്കെയാണ്. ഹൗസ് ഓഫ് സ്ഥലം അപ്പത്തിന്റെ ഭവനം. അപ്പൊ ഇങ്ങനെ ഒരു അത് ബെസ്റ്റ് നിക്ഷേപം. അവിടെ എന്ത് നിക്ഷേപമാണ്? അവിടെ നിക്ഷേപം എന്താണ്? ഏറ്റവും വലിയ നിക്ഷേപം അതാണ് ഈശോയുടെ ശരീരവും രക്തവും. അപ്പം നമ്മൾ ഗോതമ്പപ്പോ കരമേൽ വരുന്ന വീഞ്ഞും സെൻവാസമീനും മേടിക്കുന്ന അപ്പം അല്ല പഠിക്കുന്നത്. അതെന്നാണ് ഈശോയുടെ ശരീരമാണ്. അതിന് വലിയ ഒരു ദൈവശാസ്ത്ര രഹസ്യമുണ്ട്. അതിനെ പറ്റി നമ്മൾ ആ ക്ലാസ് മുതൽ കയറുമ്പോൾ നമ്മൾ പഠിക്കും. അത് എടുക്കുമ്പോൾ തന്നെ ആർമികൻ ഗാസയിൽ വീഞ്ഞ് ഒഴിക്കുന്നത് ഈശോ മിശിഹായുടെ രക്തം ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പീലാസയിൽ അപ്പെടുത്ത് വരുന്നത് ഈശോ മിശിഹായുടെ ശരീരം കൊണ്ട് ഈ പീലാസ് മോചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വെക്കുമ്പോഴേ അപ്പവും ഒഴിക്കുമ്പോൾ രക്തവും അതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ വലിയ കാര്യം കാണും. ഒരു പ്രസ്ഥാനത്തെ പറ്റി പറയുകയാണ്. ഒത്തിരി രണ്ട് സ്ഥലം കൂടിയുണ്ട്. ഒന്ന് ബേസ് സഹദയും ബേസ് മാമോദീസായും. നമ്മുടെ പള്ളികളിൽ അപ്ലൈ ചെയ്തതായിരുന്നു ബേസ് മാമോദീസ. അവിടെയാണ് പരിശുദ്ധ മൂലം സൂക്ഷിക്കുക, സൈത്ത് സൂക്ഷിക്കുക. പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ടെങ്കിൽ സൈത്തിൽ പരിശുദ്ധ
ആ മനസ്സിലാണ്. അതെനിക്ക് നമ്മൾ പലപ്പോഴും പല പള്ളികളിൽ ചെല്ലുമ്പോൾ അത് കപ്പയാഴ്ച ചുട്ടി കടത്തി വെച്ചുകൊണ്ടാണ് സ്മൂറനെടുത്തോണ്ട് കുഞ്ഞുങ്ങളുടെ മാമോദിസയ്ക്ക് കാർണികൻ മാത്രം മേൽപ്പട്ടമുള്ളവർ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിശുദ്ധികൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് മൂറൻ എന്ന കാര്യമാണ്. കപ്പയാഴ്ച നാളെ പോയി കുർബാന എടുത്തിട്ടാണ് അതുതന്നെയാണ് മുഴുവൻ വയറെടുത്താലും മട്ടനാരെടുത്താലും സംഭവിക്കുന്നത് തിരിച്ചറിയുക. അപ്പോൾ ആ മുഴുവൻ സൂക്ഷിക്കുന്ന മാമോദിസ നടത്തുന്ന ഒരു താളം ഉണ്ടായിരുന്നു, ഒരു മുറി പോലെ ഉണ്ടായിരുന്നു നമ്മുടെ പുരാതന പള്ളികളില്ല. അതാണ് ബേസ് മാമോദിസ. നമ്മളത് കുറച്ച് ഒരു മൂലയ്ക്ക് ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ കൊണ്ട് ദൈവത്തിന് സ്തുതി. അതാണ് ബേസ് മാമോദിസ. ഇനി ഇപ്പുറത്ത് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പലതും നമുക്കില്ല. സൂക്ഷിച്ചാൽ 1-2 അത് രോഗികൾക്ക് വേണ്ടി മാത്രം, എമർജൻസി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് കുർബാന സൂക്ഷിക്കുക. ഇപ്പുറത്തെ കളർ സൂക്ഷിക്കുക പരിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകളാണ്. അതൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ദേവാലയങ്ങളെല്ലാം പുരാതന ദേവാലയങ്ങളെല്ലാം പണിയപ്പെട്ടിരിക്കുക പരിശുദ്ധന്മാരുടെ കബറുകൾക്ക് മുകളിലാണ്. അതിനോട് നോക്കിപ്പോകുമ്പോൾ ഈ സെന്റ് സെബാസ്റ്റ്യൻസ് ബസിലിക്കായിരുന്നു കുഞ്ഞാളത്തെ ശവകുടീരത്തിന് മുകളിലാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പത്രോസിന്റെ ശവകുടീരത്തിന് മുകളിലാണ്. ഇനി മൈലാപ്പൂരിലെ സാന്തോം ബസിലിക്ക തോമാശ്രീകാരുടെ കബറിന്റെ മുകളിലാണ്. അങ്ങനെ ഓരോ പരിശുദ്ധന്മാരുടെയും കബറുകൾക്ക് മുകളിൽ ദേവാലയം പണിത് വെക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്ന് ഒരു തിയോളജി വന്നപ്പോൾ മാമോദിസ എല്ലാവരും പരിശുദ്ധരാണ്. ഓരോസേ പറയുന്നത് നിങ്ങളെല്ലാവരും വിശുദ്ധരെയല്ല വിളിക്കുന്നത്. കാരണം മാമോദിസ എല്ലാവരും വിശുദ്ധരാണ്. ആ വിശുദ്ധര് ഈ പള്ളിയുടെ വടക്ക് വശത്ത് സെമിത്തേരി വരാൻ പള്ളിയോട് ചേർന്നു. അപ്പോൾ അവരെല്ലാം പരിശുദ്ധരാണ്. അവരുടെയൊക്കെ മൃതദേഹം സൂക്ഷിക്കുന്ന സ്ഥലമായി. പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമായി, പേര് വിളിക്കപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമായി. അപ്പൊ അവരുടെ ഇപ്പൊ എല്ലായിടത്തും ഇപ്പം പരിശുദ്ധന്മാരെ കിട്ടാൻ സാധ്യത. പള്ളികളുടെ എണ്ണം കൂടി ഇപ്പം എല്ലാവരും അവിടെയുള്ള പുണ്യാളന്മാരെ തിരിച്ചേരിപ്പ് എടുത്തുകൊണ്ട് സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് വന്ന് അള്ളിക്കൈക്കകത്തുന്ന കുഞ്ഞു തിരിച്ചേരിപ്പുകളിലേക്ക് വെക്കുന്ന രീതിയിലേക്ക് വന്നു. അതൊരു ലോജിക്കൽ ആൻഡ് നാച്ചുറൽ പ്രോസസ് ആണ് ഡെവലപ്മെന്റിന്റെ ദേവാലയ സംഘം. ഏതാ ശരിയെന്ന് ചോദിച്ചാൽ 6-ാം നൂറ്റാണ്ട് രീതി ഉണ്ടായിരുന്നു, 8-ാം നൂറ്റാണ്ട് വേറെ രീതി ഉണ്ടായിരുന്നു, 10-ാം നൂറ്റാണ്ട് വേറെ രീതിയുണ്ട്. 8-ാം നൂറ്റാണ്ടിന്റെ മാത്രം ശരിയെന്ന് ഞാൻ പറഞ്ഞു നിന്നാല് 9-കാരനും 16-കാരനും 20-കാരനും എന്നോട് ദേഷ്യം ഉണ്ടാവും. ഇതെല്ലാം ക്രമാനുഗതമായ വളർച്ചയായിട്ട് അംഗീകരിച്ച് ക്രിയാത്മകമായി ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ മാത്രമേ, വേണ്ടാത്തതിനെ കമ്പികളാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്റെ ആരാധനാക്രമ വളർച്ച ചൊവ്വാവുകയുള്ളൂ. പൊതുവായി നമ്മുടെ സ്ഥലങ്ങൾ ഇത്രയും ഒക്കെയാണ് എന്നാണ് ഞാൻ കരുതുക. ഇതിന്റെ പൊതുസ്ഥലങ്ങൾ നമ്മൾ ആരാധനാപരമായി മനസ്സിലാക്കേണ്ട, ആരാധനയോട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇത്രയുമാണ്. പൊതുവായിട്ട് സങ്കീർത്തിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഒരുക്കമുറി എന്ന ആരാധനയുള്ളൂ. വൈദ്യുതിക്കുന്ന സ്ഥലങ്ങൾ ലിറ്റർജിക്കലായിട്ടുള്ള വലിയ റെലവൻസ് ഇല്ല. ഇത്രയുമാണ് നമ്മൾ ആരാധനാക്രമത്തോട് ചേർന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇത് തന്നെ ഏറെ ദീർഘമാണ് എങ്കിലും കേൾക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.